എൻ്റെ അമ്മോ, ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യൻറ്റ്, മാർവലസ് എന്നൊക്കെ പറയാലോ. ഡിനോ ഡെന്നീസിൻ്റെ മൂവി, നമ്മുടെ മമ്മൂക്ക, ഒരു രക്ഷയില്ല ഗൈസ്. പടം എന്ന് പറഞ്ഞാൽ ഇതാണ് പടം. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷനെക്കാട്ടിലും കടത്തി വെട്ടുന്ന ടൈപ്പ് പെർഫോമൻസ് ആണ് നമ്മുടെ ബസൂക്കായിലുള്ളത്. റിവ്യൂ ഇട്ടത് വെറുതെ ആയിരുന്നു തന്നെ പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ചൂടോടെ തന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്ത ബസൂക്ക ഇന്ന് റിലീസായിരിക്കുകയാണ്. നല്ല അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ, സസ്പെൻസ് ത്രില്ലറാണോ, ക്രൈം ത്രില്ലറാണോ, കോമഡി ആണോ, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അസാധ്യ പെർഫോമൻസ് എല്ലാ ക്യാരക്ടേഴ്സും കാഴ്ചവെച്ചിട്ടുണ്ട്. കലൂർ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്ത ഫസ്റ്റ് മൂവിയാണ്. എന്തായാലും ഫസ്റ്റ് മൂവി തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂക്ക കഥ തിരഞ്ഞെടുത്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ടോ, പെർഫെക്റ്റ് മാച്ച്, പെർഫെക്റ്റ് ക്യാരക്ടർ. മാർക്ക് കാണുന്ന ടൈമിൽ ഭയങ്കര വെപ്രാളമായിരുന്നു. ഇതൊന്നും തീരുന്നില്ലല്ലോ, ഇതെന്താ ഇതിൽ കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ വയലൻസ് തന്നെയാണ് സംഭവം. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി. മൂവി അടിപൊളിക്ക് തന്നെയാണ്, പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എമ്പുരാൻ കണ്ട സമയത്താണെങ്കിലും നല്ല ലാഗും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു കയറ്റി അതും മൂവി കുഴപ്പമില്ലാത്ത മൂവിക്ക് തന്നെയായിരുന്നു. പക്ഷേ ബസൂക്ക നമ്മളവിടെ പിടിച്ചിരുത്തി കളയും ഗൈസ്. നമ്മുടെ മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ എല്ലാ കഥാപാത്രത്തിനേക്കാളും വ്യത്യസ്തങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിമനോഹരമായ നിങ്ങൾ കാണുക തന്നെ വേണം. ഞാൻ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല, നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണണം കേട്ടോ. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വന്നിരിക്കുന്നത് സയ്യിദ് അബ്ബാസ് ആണ്. ബിജിഎമ്മിന്റെ കാര്യം ഗായ്സ് ഒരു രക്ഷയില്ല. നിങ്ങൾ ആ ട്രെയിലറും ട്രീസറൊക്കെ ഇറങ്ങിയ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, അമ്മാതിരി ബിജിഎം എഫക്റ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ലാഗാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷേ നമ്മളെ ലാഗ് അടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും അതിൽ പറയുന്നില്ല. സെക്കൻഡ് ഹാഫ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. രണ്ടും കണ്ടിരിക്കാൻ അതിഗംഭീരമാണ്. ഇൻട്രോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത് ഗൈസ് ആ സയ്യിദ് അബ്ബാസിൻ്റെ ബീജിയം കൂടി ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എന്താ പറയുക, ഈ ബോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ബീജിയം ഇട്ട് ഭയങ്കര എഫക്റ്റാണ്. ഇത് കൂടുതൽ ഈ മൂവി ശരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഗെയിം റിലേറ്റഡ് കുറച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോബറി, അങ്ങനെ കുറച്ച് എന്താ പറയുക ക്രഞ്ചി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മമ്മൂക്കയെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ മുൻപത്തെ ഒരു 5-6 വർഷത്തെ പടം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് മാസാട്ടോ, മാസാ. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എന്താ പറയുക, അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോകുന്ന രീതിയിലായിരുന്നു വൈബ്. ബിജിഎം ആണെങ്കിൽ വീണ്ടും പറയുവാണെങ്കിൽ ബിജിഎം ആണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. ഈ ബിജിഎംക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണി ഈസ്റ്റിൽ ഓരോരോ ബിജിഎം ഇല്ലേ, അതുപോലെ വെറൈറ്റി സംഭവങ്ങളാണ് ഓരോരുത്തരുടെ ഇൻട്രോയിൽ ഉൾപ്പെടെ ഓരോരോ സീൻ വരുമ്പോഴായാലും സസ്പെൻസിൽ വരെ കാണിക്കുന്നത്. ഡിനോ ഡെന്നീസ് എന്ന് പറഞ്ഞ സംവിധായകൻ പുള്ളി എന്താ ഈ മൂവിയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന നല്ല ക്ലിയർ ആയിട്ട് പക്ക പെർഫെക്ഷനോടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനാന്ന് കണ്ടാൽ പറയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നു ഗൈസ്. നമ്മൾ മലയാളം മൂവിയിൽ ഇതുപോലെ ഇത്രയും എമ്പുരാനിൽ പറയണ്ടല്ലോ ഗൈസ്, ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. എന്താ പറയുക, ഹോളിവുഡ് മൂവീസ് കാണാനായിട്ട് തിയേറ്ററിൽ പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു ഗൈസ്. കാരണം എന്നെ സംബന്ധിച്ച്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, എന്നെ സംബന്ധിച്ച് ഞാൻ കയറിയപ്പോൾ തൊട്ട് ബ്രേക്കായപ്പോൾ ശ്വാസം വിട്ടു. അതിനുശേഷം വീണ്ടും സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ പിന്നെ ഞാൻ ശ്വാസം എടുത്തെന്ന് പറയുമ്പോൾ മൂവി കഴിഞ്ഞിട്ടാണ്. കാരണം അതിൻ്റെയൊക്കെ ആ ബിജിഎം എഫക്റ്റൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചെടുപ്പ് അങ്ങോട്ട് പോകും ഗൈസ്. നമ്മുടെ നമുക്കൊരു കാണിക്കുന്ന ടൈമിൽ വളരെ സിമ്പിളാണ്, പക്ഷെ ആ ഒരു ലുക്ക് കാണിക്കുമ്പോൾ ആ ഫേസിൻ്റെ അതൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇമാതിരി എഡിറ്റിംഗ് അതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലൈമാക്സിലേക്ക് കയറുമ്പോൾ മമ്മൂക്കായുടെ ലൈഫിൽ ഒരുപാട് പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ബോഡി ലാംഗ്വേജ് ആയാലും സ്ലാഗ് ആയാലും എന്താ പറയുക എല്ലാം അമേസിങ് എന്ന് പറയുമ്പോൾ അമേസിങ്. എനിക്ക് തോന്നുന്നു ഈ വർഷമൊന്നുമല്ല, ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറിൽ വരെ ഈ മൂവി എന്ന് പറയുമ്പോൾ ആരും മറക്കില്ല.